അതെ ഗൈസ്, 2026 സെപ്റ്റംബർ 1 മുതൽ തമിഴ് സിനിമ ഇൻഡസ്ട്രിയിൽ ഒരു മേജർ ഷട്ട് ഡൗൺ സംഭവിക്കാൻ പോവുകയാണ്. പ്രൊഡ്യൂസേഴ്സ്, ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആൻഡ് തിയേറ്റർ ഓണേഴ്സ്. സിനിമകളുടെ OTT റിലീസുമായിട്ട് ബന്ധപ്പെട്ട് ഇവരുടെ ഇടയിൽ ചില പ്രശ്നങ്ങളൊക്കെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സോ ആ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നായിരിക്കും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. സോ ദിസ് ഇസ് മീ അജൽ സജീവൻ സ്പീക്കിംഗ് ഇൻ AJS Speaks to the subject. So what is happening in Tamil film industry? I'll tell you. Tamil Nadu Film Producers Council and Tamil Nadu Active Producers Association ഇവർ രണ്ടുപേരും ഇപ്പോൾ ഒരു പുതിയ അനൗൺസ്മെന്റ് നടത്തിയിരിക്കുകയാണ്. അതായത് ഈ വരുന്ന സെപ്റ്റംബർ 1 തീയതി മുതൽ ഒന്നാമത്തെ കാര്യം, പുതിയ സിനിമകളൊന്നും തിയേറ്റേഴ്സിൽ റിലീസ് ചെയ്യുന്നതായിരിക്കില്ല. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ ഫിലിം ഷൂട്ടിങ്ങുകളും നിർത്തിവെക്കുന്നതായിരിക്കും. മാത്രമല്ല പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകളെല്ലാം ഹോൾട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പൊ എന്തായിരിക്കും ഈ ഒരു പ്രശ്നത്തിന് കാരണം? ഒരു സിനിമ OTT റിലീസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് മിനിമം 8 ആഴ്ചത്തെ തിയേറ്ററിക്കൽ വിൻഡോ ഉണ്ടാവണമെന്ന ഗ്യാരണ്ടി വേണമെന്നാണ് ഡിസ്ട്രിബ്യൂട്ടേഴ്സും തിയേറ്റർ ഓണേഴ്സും പ്രൊഡ്യൂസേഴ്സിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കാരണം റിലീസായ 4ാമത്തെ ആഴ്ച തന്നെ മിക്ക സിനിമകളും ഇപ്പോൾ OTT പ്ലാറ്റ്ഫോംസിലോട്ട് പോകുന്നുണ്ട്. പക്ഷേ പ്രൊഡ്യൂസേഴ്സ് ബോഡി ഇതിനെ ഒപ്പോസ് ചെയ്തിട്ടുണ്ട്. അവരുടെ ആർഗ്യുമെന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആന്ധ്രാപ്രദേശ്, തെലങ്കാന, കേരളം, കർണാടക ഇവിടെയൊന്നും ഇതുപോലുള്ള റെസ്ട്രിക്ഷൻസ് ഇല്ല എന്നും അതുകൊണ്ട് മുൻകൂട്ടി കൂടിയാലോചിക്കാതെ ഇതുപോലുള്ള ഏകപക്ഷീയമായ തീരുമാനങ്ങളൊന്നും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുമാണ് പ്രൊഡ്യൂസേഴ്സ് പറയുന്നത്. അതുമാത്രമല്ല, ഇതിനൊരു മേജർ ഇഷ്യൂ ആയിട്ട് പ്രൊഡ്യൂസേഴ്സ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വർഷം റിലീസ് ചെയ്യപ്പെടുന്ന സിനിമകളിൽ ഏകദേശം 250ഓളം സിനിമകൾ അതിന്റെ ഇൻവെസ്റ്റ്മെന്റിന്റെ പകുതി പോലും റിക്കവർ ചെയ്യാനായിട്ട് ഇപ്പോൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഇത്രയധികം സിനിമകൾക്ക് അതിന്റെ ഇൻവെസ്റ്റ്മെന്റിന്റെ പകുതി റിട്ടേൺ പോലും കിട്ടുന്നില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അതിലൂടെ ഏകദേശം 700 കോടി രൂപയുടെ നഷ്ടമാണ് തമിഴ് ഫിലിം ഇൻഡസ്ട്രി ഒരു വർഷം ഫേസ് ചെയ്യുന്നത് എന്നാണ് പ്രൊഡ്യൂസേഴ്സ് ബോഡി ചൂണ്ടിക്കാണിക്കുന്നത്. വിച്ച് അപ്കമിംഗ് മൂവീസ് കുഡ് ബി അഫക്റ്റഡ്? PS മിത്രന്റെ ഡയറക്ഷനിൽ കാർത്തി അഭിനയിക്കുന്ന സർദാർ 2, കാർത്തിക് സുബരാജിന്റെ ദൊറോത്തി, സൂര്യ അഭിനയിക്കുന്ന മണ്ടാടി, ഹിപ്ഹോപ്പ് തമിഴന്റെ മ്യൂസിയം മുർക്ക് 2, ഡിമോണ്ടി കോളനി 3, GV പ്രകാശും കൈഡു ലോറും അഭിനയിക്കുന്ന ഇമ്മോർട്ടൽ. ഈ സിനിമകളൊക്കെ ആയിരിക്കും ഈ ഒരു ഷട്ട് ഡൗൺ നന്നായിട്ട് ബാധിക്കാൻ പോകുന്നത്. ഇപ്പോൾ ലേറ്റസ്റ്റ് ഡെവലപ്മെന്റ് എന്തൊക്കെയാണ്? ഫിലിം എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് സൗത്ത് ഇന്ത്യ അല്ലെങ്കിൽ FEFC ഈ ഒരു ഷട്ട് ഡൗൺ റീകൺസിഡർ ചെയ്യാനായിട്ട് പ്രൊഡ്യൂസേഴ്സിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാരണം ഈ ഒരു ഷട്ട് ഡൗൺ ബാധിക്കാൻ പോകുന്നത് പ്രൊഡ്യൂസേഴ്സിനെ മാത്രമല്ല, ഡെയിലി വേജസിന് വർക്ക് ചെയ്യുന്ന എത്രയോ തൊഴിലാളികൾ ഈ ഒരു ഇൻഡസ്ട്രിയെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നുണ്ട്. അപ്പൊ ഇതുപോലൊരു ഷട്ട് ഡൗൺ അവർക്കും അവരുടെ ഒരു കുടുംബത്തിനും ഒരു വലിയ തിരിച്ചടി തന്നെയായിരിക്കും. മാത്രമല്ല ഈ ഒരു വിഷയത്തിൽ തീരുമാനമെടുക്കാനായിട്ട് FEFC തമിഴ്നാട് CM നമ്മുടെ വിജയ് അണ്ണന്റെ ഒരു ഇടപെടലും കൂടെ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആസ് ഓഫ് നൗ 2026 സെപ്റ്റംബർ 1 ഷട്ട് ഡൗൺ പ്ലാൻ ഇസ് എ മേജർ അൺറിസോൾവ്ഡ് ഇഷ്യൂ. അത് വെറും ഒരു 1 ഡേ സ്ട്രൈക്ക് ആയിട്ട് വന്നു പോകാനുള്ള ഒരു ചാൻസും ഇല്ല. ഇറ്റ് കുഡ് അഫക്ട് റിലീസസ്, ഷൂട്ടിംഗ് ആൻഡ് പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക്സ് അക്രോസ് തമിഴ് സിനിമ ഇഫ് നോ അഗ്രിമെന്റ് ഇസ് റീച്ച്ഡ്. സോ ഇതുപോലുള്ള എക്സ്ക്ലൂസീവ് അപ്ഡേറ്റ്സ് കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ദിസ് ഇസ് മീ അജൽ സൈനിങ് ഓഫ്. ഗുഡ് ബൈ.